നമസ്കാരം. അഭിലാഷ് വാണിജ്യ ബോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കായിക പ്രേമികളെ സംബന്ധിച്ച് വളരെ ആവേശോജ്വലമായ സന്തോഷമായ ഒരു മാസങ്ങളാണ് ഈ ജൂൺ അതുപോലെ തന്നെ ജൂലൈ മാസങ്ങൾ വരുന്നത്. ഏതാണ്ട് ലോകത്തെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങളുടെ കലാശ മത്സരങ്ങൾ, ഫൈനൽ മത്സരങ്ങൾ നടക്കുന്നത് ജൂലൈ മാസത്തിലാണ്. അത് എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്കൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ, 2020 വേൾഡ് കപ്പ് അമേരിക്കയും വെസ്റ്റ് ഇൻഡീസും സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന മത്സരങ്ങൾ നടക്കുന്നു. അത് ആരംഭിച്ചു കഴിഞ്ഞു. പ്രാഥമിക ഒന്നാം സ്റ്റേജ് പൂർത്തിയായി കഴിഞ്ഞു. പ്രാഥമിക റൗണ്ടുകൾ പൂർത്തിയായി കഴിഞ്ഞു. അതുപോലെ യൂറോ കപ്പ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. 14-ാം തീയതി ജൂൺ 14 മുതൽ ആരംഭിച്ചു യൂറോ കപ്പ്. ജർമ്മനിയിലാണ് നടക്കുന്നത്. 2024 ജർമ്മനി യുഫേവ യൂറോ കപ്പ് നടക്കുന്നത് ജർമ്മനിയിൽ വെച്ചാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞു. അതിന്റെ കലാശ പോരാട്ടം, ഫൈനൽ മത്സരം നടക്കുന്നത് ജൂലൈ 14-നാണ്. അതുപോലെ തന്നെ ജൂൺ 21 മുതൽ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റ് ജൂൺ 21 മുതൽ നടക്കുന്നു. അതിന്റെ ഫൈനൽ മത്സരം നടക്കുന്നത് ജൂലൈ 15-നാണ്. ജൂലൈ 14-ന് യൂറോ കപ്പിന്റെ ഫൈനൽ നടക്കുന്നു. ജൂലൈ 15-ന് തൊട്ടടുത്ത ദിവസം തന്നെ കോപ്പ അമേരിക്ക ഫൈനൽ നടക്കുന്നു. നമുക്കറിയാം, കോപ്പ അമേരിക്ക ടൂർണമെന്റിലെ ഫേവറേറ്റുകളാണ് ബ്രസീലും അർജന്റീനയും. അതുപോലെ തന്നെ യൂറോപ്പിലെ പ്രമുഖ ടീമുകളാണ് ബെൽജിയം, ആതിഥേയരായ ജർമ്മനി, ഫ്രാൻസ് തുടങ്ങി ഇറ്റലി തുടങ്ങിയ വൻ ശക്തികൾ യൂറോ കപ്പിലും ഏറ്റുമുട്ടുന്നു. ഇനി യൂറോ ചാമ്പ്യന്മാരും കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും തമ്മിൽ ഒരു ചാമ്പ്യൻസ് ട്രോഫി ഒരു മത്സരം നടക്കുന്നുണ്ട്. ഈ രണ്ട് ചാമ്പ്യന്മാർ ഏറ്റുമുട്ടുന്നു. അത് 2025-ലാണ് അത് പ്ലാൻ ചെയ്തിരിക്കുന്ന ആ മത്സരത്തിന്. അങ്ങനെ കായിക പ്രേമികളെ സംബന്ധിച്ച് എന്തുകൊണ്ടും വളരെ വളരെ ഇന്ത്യക്കാരനായ കായിക പ്രേമിയെ സംബന്ധിച്ച് ഉറക്കമില്ലാത്ത രാത്രികളാണ്. കാരണം നമ്മുടെ ഇന്ത്യൻ ടൈമിലെ അർദ്ധരാത്രി ഒക്കെയാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിൽ നടക്കുന്ന T20 വേൾഡ് കപ്പ് ഏകദേശം നമുക്ക് കാണാൻ പറ്റും. ഒരു 8 മണി മുതലാണ് ആരംഭിക്കുന്നത്. 12 മണി വരെ നീളുന്നു. അവിടുത്തെ ഡേ നൈറ്റ് മത്സരം നടക്കുന്നത് നമുക്ക് ഇവിടെ കാണുന്നത് വെളുപ്പിന് 6:30-ക്കാണ്. അതേസമയം യൂറോ കപ്പ് അത് തന്നെ രാത്രിയിൽ ആണ്. ഏകദേശം രാത്രി 12 മണിക്കും ആണ് രണ്ട് മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ അത്രത്തോളം സമയമാകും. അങ്ങനെ ഇതിനിടയ്ക്ക് ടെന്നീസ് പ്രേമികളെ സംബന്ധിച്ച് വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റ് ലണ്ടനിൽ നടക്കുന്ന ജൂലൈ 1 മുതൽ 14 വരെ വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റ് ലോകത്തിലെ ഏറ്റവും മികച്ച എല്ലാ ടെന്നീസ് താരങ്ങളും ആഗ്രഹിക്കുന്ന ഏറ്റവും പോപ്പുലറായ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റാണ് വിംബിൾഡൺ ടെന്നീസ് ടൂർണമെന്റ്. അത് നടക്കുന്നത് ജൂലൈ 1 മുതൽ 14 വരെയാണ്. ജൂലൈ 14 വരെ. ഈ പ്രാവശ്യത്തെ വിംബിൾഡൺ ടൂർണമെന്റിന് പ്രത്യേകതയുണ്ട്. അതിന്റെ പ്രൈസ് മണി വർദ്ധിപ്പിച്ചിരിക്കുന്നു. വളരെ വലുതായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഏകദേശം 11.9% വർദ്ധിപ്പിച്ചത്. അത് ഏകദേശം 5.3 ദശലക്ഷം പൗണ്ട് ആണ് ആകെ സമ്മാന തുകയായിട്ട് ആ ടൂർണമെന്റിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അത് മൊത്തത്തിലുള്ള സമ്മാന തുകയാണ്. ടെന്നീസ് കളിക്കാരാണ് ഏറ്റവും കായിക താരങ്ങളിൽ ഏറ്റവും ധനികരാണെന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണമുണ്ട്. അവര് ടെന്നീസിലെ 1-ാം റൗണ്ട് മുതൽ വിജയിക്ക് പ്രൈസ് മണിയുണ്ട്. 1-ാം റൗണ്ട്, 2-ാം റൗണ്ട്, 3-ാം റൗണ്ട്, പിന്നെ പ്രീ ക്വാർട്ടർ, സെമി ഫൈനൽ, പിന്നെ 2-ാം സ്ഥാനം, അങ്ങനെ ചാമ്പ്യൻ. ഇങ്ങനെ വളരെ സമ്മാന തുക, വളരെ വലിയ തുക കിട്ടുന്ന ഇതാണ്. പ്രത്യേകിച്ച് ഏറ്റവും മികച്ച, ഏറ്റവും പോപ്പുലറായ, ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റായ വിംബിൾഡൺ ടെന്നീസ്. ഓരോ പ്രൈസ് മണിയും, ഓരോ വിജയവും ടെന്നീസ് കളിക്കാരെ സംബന്ധിച്ച് അവരെ സാമ്പത്തിക ശേഷി, അവരെ വരുമാനം കൂട്ടുന്ന സംഗതികളാണ്. ക്രിക്കറ്റ് താരങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ കായിക പ്രേമികളെ സംബന്ധിച്ച് 4ഓളം മേജർ ടൂർണമെന്റുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ T20 ചാമ്പ്യൻഷിപ്പ് അമേരിക്കയിലും ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിലുമായി സംയുക്തമായി ആതിഥ്യം വഹിക്കുന്ന T20 ടൂർണമെന്റിൽ അമേരിക്കയിലെ മത്സരങ്ങൾ
അമേരിക്ക നമുക്കറിയാം ഒരു ക്രിക്കറ്റ് രാജ്യമല്ല. അമേരിക്കയിൽ ബേസ്ബോളും ടെന്നീസും ഫുട്ബോളും ഒക്കെയാണ് അവിടുത്തെ ജനപ്രീതിയുള്ള കായിക ഇനങ്ങൾ. അമേരിക്കയിലെ പ്രത്യേകിച്ച് ഏഷ്യൻ വംശജരാണ് ഈ ക്രിക്കറ്റിനോട് ആഭിമുഖ്യം കാണിക്കുന്നത്. ഇന്ത്യക്കാർ, പാകിസ്ഥാൻകാർ, ബംഗ്ലാദേശികൾ അങ്ങനെ തുടങ്ങിയ ഏഷ്യൻ വംശജരാണ്. പ്രാദേശിക തലത്തിലും ക്രിക്കറ്റ് ഇപ്പോൾ ജനപ്രീതിയായിട്ട് വരുന്നുണ്ട്. നമ്മുടെ നാസൗ ഇന്റർനാഷണൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് ആയിരുന്നു അത്. ആ ഗ്രൗണ്ട് അവിടെയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു 6 മാസം കൊണ്ട് അവർ സ്റ്റേഡിയം ബിൽഡ് ചെയ്ത്. അമേരിക്ക നമുക്കറിയാം നിരവധി കായിക മത്സരങ്ങൾ, വിവിധ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കങ്ങൾ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള, ആതിഥേയത്വം വഹിച്ചിട്ടുള്ള രാജ്യമാണ്. അത് മികച്ച രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള രാജ്യമാണ് അമേരിക്ക. എൻ്റെ ഓർമ്മ ഉള്ള സമയം അറ്റ്ലാന്റ ഒളിമ്പിക്സ് മുതൽ അതിനു മുമ്പേ അമേരിക്ക ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട് പല കായിക മാമാങ്കങ്ങളും. ലോക ഫുട്ബോൾ ടൂർണമെന്റുകൾ, മത്സരങ്ങൾ നല്ല രീതിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള രാജ്യമാണ്. അവിടെ ക്രിക്കറ്റ് നമ്മുടെ മെയിൻ ക്രിക്കറ്റ് രാജ്യങ്ങൾക്ക് അപ്പുറമായിട്ട് ICC അസോസിയേറ്റ് രാജ്യങ്ങളിലും എല്ലാം ഉൾപ്പെടെ ക്രിക്കറ്റിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അമേരിക്കയിൽ ഈ ടൂർണമെന്റിന്റെ ഭാഗമാക്കിയത്, വെസ്റ്റ് ഇൻഡീസിനൊപ്പം അമേരിക്കയിലും. പക്ഷേ നമുക്കറിയാമല്ലോ അമേരിക്ക എങ്ങനെയാണ് ഒരു വലിയ കായിക മാമാങ്കങ്ങൾ, ഈവന്റുകൾ സംഘടിപ്പിക്കുന്നതെന്ന് നമുക്ക് മുൻകാല ചരിത്രമുണ്ട്. കൗണ്ടി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഈ പെട്ടെന്ന് 6 മാസം കൊണ്ട് സ്റ്റേഡിയം ബിൽഡ് ചെയ്തു. 34,000 പേർക്ക് ഇരുന്ന് സുഖമായിരുന്ന് കളി കാണുന്ന രീതിയിലൊക്കെ അവരവിടെ ബിൽഡ് ചെയ്തുവെങ്കിലും അവിടുത്തെ ഒരു സ്വാഭാവികമായ പിച്ച് ഒരുക്കിയെങ്കിൽ നല്ല മികച്ച മത്സരം കാണുമായിരുന്നു. ഈ ക്രിക്കറ്റിന് അധികം ജനപ്രീതി ഇല്ലാത്ത രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പ്രാദേശികമായിട്ട് ലോക്കലായിട്ടുള്ള ആൾക്കാർ ക്രിക്കറ്റിൽ കൂടുതലായി ജനശ്രദ്ധ ആകർഷിക്കണമെങ്കിൽ നല്ലൊരു പിച്ച് ഒരുക്കണമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അമേരിക്കയിലെ ന്യൂയോർക്കിലെ നാസൗ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഏർപ്പെടുത്തിയ പിച്ച് എന്ന് പറഞ്ഞത് ട്രോപ്പിൻ പിച്ചുകളായിരുന്നു. മറ്റൊരു രാജ്യത്ത് പിച്ച് നിർമ്മിച്ച് പിന്നെ അത് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് പരിപാലിച്ച് ആ സ്റ്റേഡിയത്തിൽ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത ആ പിച്ചുകൾ, അങ്ങനെ അത്തരം പിച്ചുകളെയാണ് ട്രോപ്പിൻ പിച്ചുകൾ എന്ന് പറയുന്നത്. ഇത് ഓസ്ട്രേലിയയിലെ ക്രിക്കറ്റ് ഗ്രൗണ്ടുകളിൽ വളരെ സമർത്ഥമായി ട്രോപ്പിൻ പിച്ചുകൾ സ്ഥാപിച്ച് വിജയിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ന്യൂയോർക്കിലെ നാസോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ പിച്ചുകൾ വളരെ ദയനീയമായിരുന്നു. ബാറ്റ്സ്മാൻമാരുടെ ശവപ്പറമ്പായിട്ട് ആ പിച്ചുകൾ മാറി. അത് കാരണം അവിടെ ഒരു T20 ടൂർണമെന്റിന്, അതായത് 2020 വേൾഡ് കപ്പിന്റെ പൊലിമ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലായിരുന്നു. അതിൻ്റെ ആ മൊത്തത്തിലുള്ള പ്രൗഢിയെ നശിപ്പിക്കുന്ന രീതിയിലായിപ്പോയി അമേരിക്കയിലെ, പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ നാസോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ മത്സരങ്ങൾ. അവിടുത്തെ ടോട്ടൽ ഹൈ സ്കോർ പോലും 140 എത്തിയില്ല. 137 കാനഡ 137 റൺസ് കുടിച്ചതാണ് അവിടുത്തെ ഹയസ്റ്റ് സ്കോർ തന്നെ. അങ്ങനെ എന്തുകൊണ്ടും ഈ വേൾഡ് കപ്പിന്റെ പൊലിമ നഷ്ടപ്പെടുത്തിയ ഒരു ഇതായിരുന്നു അവിടുത്തെ നാസോ ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ആ പിച്ച് എന്ന് പറഞ്ഞ ട്രോപ്പിൻ പിച്ചുകൾ. ബൗൺസ്, പെട്ടെന്ന് തിരിയുന്ന ബൗൺസുകളും അതുവിധം ബാറ്റ്സ്മാൻമാർക്ക് പരിക്കേൽക്കുന്നു. നമ്മുടെ രോഹിത് ശർമ്മയ്ക്ക് വരെ പരിക്കേറ്റുന്ന അവസരങ്ങൾ അവിടെ ഉണ്ടായി. അങ്ങനെ ക്രിക്കറ്റിന്റെ പൊലിമ തന്നെ നശിപ്പിക്കുന്ന ഒരു തരത്തിലായിരുന്നു ന്യൂയോർക്കിലെ മത്സരങ്ങൾ അവസാനിച്ചത്. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അത് പൊളിച്ചു കളയാൻ ഉത്തരവായി. നമ്മൾ തന്നെ ഒരു മത്സരത്തിൽ കണ്ടതാണ്, അവിടെ സ്റ്റേഡിയത്തിന് പുറത്ത് JCBകൾ, ബുൾഡോസറുകൾ നിരത്തിയിട്ടിരിക്കുന്നത് ഇത് നശിപ്പിച്ചു കളയാൻ. ക്രിക്കറ്റിന്റെ ഗാലറിയൊക്കെ എല്ലാം മാറ്റി പഴയതുപോലെ അവിടുത്തെ ന്യൂയോർക്കിലെ നാസോ ക്രിക്കറ്റ് ഗ്രൗണ്ടിനടുത്തുള്ള പ്രാദേശിക ക്ലബ്ബുകൾക്ക് പഴയതുപോലെ ആ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുവാനും പരിശീലനം നടത്തുവാനും തരത്തിലേക്ക് അത് ഗ്രൗണ്ടായി. പിന്നെ അത് മാറ്റുന്നു പഴയ ഇതുപോലെ നേരത്തെ പോലെ മാറ്റുന്ന രീതിയിലേക്ക് അവരെ സർക്കാർ എത്തി. പക്ഷെ വെസ്റ്റ് ഇൻഡീസിൽ ക്രിക്കറ്റിന് കുറച്ചുകൂടെ പോപ്പുലാരിറ്റി ഉള്ള രാജ്യമാണ് വെസ്റ്റ് ഇൻഡീസ്. നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഇത് അമേരിക്കയിലെ ആ മത്സരങ്ങൾ വേണ്ടായിരുന്നു, വെസ്റ്റ് ഇൻഡീസിൽ തന്നെയായിരുന്നു മത്സരങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിൽ അത് വന്നേനെ. അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങൾ നടത്തുമ്പോൾ നല്ല പിച്ചൊരുക്കി, നല്ല റണ്ണൊഴുകുന്ന പിച്ചൊരുക്കി മികച്ച മത്സരങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെയൊക്കെ വിജയിക്കുമായിരുന്നു. എന്തായാലും നാസോ കൗണ്ടി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ, ഇന്ത്യ-പാകിസ്ഥാൻ മത്സരത്തിൽ സ്റ്റേഡിയം ഫുള്ളായിരുന്നു. ടിക്കറ്റുകൾ വിറ്റഴിഞ്ഞു, ടിക്കറ്റുകൾ ആർക്കും കിട്ടാതെ 34,000 പേരിരിക്കാവുന്ന ആ സ്റ്റേഡിയത്തിലെ ഫുള്ള് നിറഞ്ഞു കഴിയുന്ന ഒരു മത്സരമാണ് ഇന്ത്യ-പാകിസ്ഥാൻ മത്സരമായി ഇവിടെ നടന്നത്.
ഇപ്പോൾ ആ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. T20 വേൾഡ് കപ്പിന്റെ അടുത്ത സൂപ്പർ 8 കടന്നിരിക്കുകയാണ്. അതിൽ തന്നെ ഇപ്പോൾ അസോസിയേറ്റ് രാജ്യങ്ങളായ അമേരിക്ക, അതുപോലെ തന്നെ മറ്റ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ ചെറിയ ടീമുകളൊക്കെ ഇപ്പോൾ ഈ സൂപ്പർ 8 കടന്നിരിക്കുന്നു. അങ്ങനെ ഏറ്റവും ആവേശകരമായി മത്സരങ്ങൾ പുരോഗമിക്കുന്നു. അടുത്ത വെസ്റ്റ് ഇൻഡീസിലാണ്. ഒരുപാട് കളികൾ നടന്നിട്ടുള്ള പിച്ചുകളിലാണ് ഈ മത്സരങ്ങൾ പുരോഗമിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് നല്ല ഒരു ക്രിക്കറ്റ് ടൂർണമെന്റായി ഈ T20 വേൾഡ് കപ്പ് മാറുമെന്ന് പ്രത്യാശിക്കാം. യൂറോ കപ്പ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യൂറോ കപ്പിലെ ജർമ്മനിയൊക്കെ രാജകീയമായി തന്നെ തുടങ്ങി. നല്ല മത്സരമായിരുന്നു ജർമ്മനിയുടെ ഫസ്റ്റ് മത്സരം. ഇനിയും ടൂർണമെന്റിലെ ഫേവറേറ്റുകളായ ജർമ്മനി, ഫ്രാൻസ്, അതുപോലെ തന്നെ ഇറ്റലി തുടങ്ങിയ ടീമുകൾക്കൊക്കെ മത്സരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മികച്ച മത്സരമാണ്. ഒരു കായികപ്രേമിയെ സംബന്ധിച്ച് മികച്ച മത്സരങ്ങളായിരിക്കും യുഫേവ യൂറോ കപ്പിൽ നടക്കുവാൻ പോകുന്നത്. അടുത്ത 21 തീയതി മുതൽ നടക്കുന്ന കോപ്പ അമേരിക്ക. ഇപ്പോൾ നമുക്കറിയാം, ലോക ചാമ്പ്യന്മാരായ അർജന്റീന, അതുപോലെ തന്നെ അവരുടെ ബദ്ധശത്രുക്കളായ ഫുട്ബോളിൽ ബദ്ധശത്രുക്കളായ ബ്രസീൽ, ലാറ്റിൻ അമേരിക്കയിലെ എല്ലാ ടീമുകളും ഒന്നിനൊന്ന് മികച്ച ടീമുകളാണ്. അവർ വളരെ ശക്തമായ, അതുപോലെ ലാറ്റിൻ അമേരിക്കയിലെ ടീമുകളെ പോലെ തന്നെ ഏത് ടീമിനോട് കിടപിടിക്കുന്ന പ്രകടനം കാഴ്ചവെക്കുന്ന കോൺകാഫിലെ ടീമുകളായ അമേരിക്ക, USA, മെക്സിക്കോ തുടങ്ങിയ ടീമുകളൊക്കെ മത്സരത്തിനുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ആവേശോജ്വലമായ ഒരു പ്രകടനമായിരിക്കും ഈ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ നടക്കുവാൻ പോകുന്നത്. ഈ കോപ്പ ജേതാക്കളും യൂറോ കപ്പ് ജേതാക്കളും തമ്മിൽ ചാമ്പ്യൻസ് ട്രോഫി ഉണ്ട്. അത് അടുത്ത 2025 ആ പോരാട്ടം നടക്കാൻ പോകുന്നത്. ടെന്നീസ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, വിംബിൾഡണിലെ എൻ്റെ ഓർമ്മ ഉള്ള സമയത്താണെങ്കിൽ ടെന്നീസ് നല്ലൊരു ഗെയിമാണ്. നമുക്ക് വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയ മത്സരമാണ്. പണ്ട് നമ്മൾ ഈ സ്കൂൾ തുറക്കുന്ന ടൈമിലാണ് ഈ വിംബിൾഡൺ ടെന്നീസ് മത്സരങ്ങൾ നടക്കുന്നത്. കൊച്ചിലെയൊക്കെ നമുക്ക് വലിയ പരിചയമുണ്ട്. എൻ്റെ ഈ ടെന്നീസ് ടൂർണമെന്റുകളുടെ കാര്യം പറയുമ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് താരങ്ങളായിരുന്നു സ്റ്റെഫാൻ എഡ്ബർഗ് പുരുഷ താരവും, അതുപോലെ സ്റ്റെഫി ഗ്രാഫിന്റെ വിവാഹം കഴിച്ച ആന്ദ്രേ അഗാസി അതിനുശേഷം വന്ന വലിയ ഒരു പോപ്പുലർ ആയിട്ടുള്ള നല്ലൊരു താരമാണ്. നമ്മുടെ കൊച്ചിലുള്ള സമയത്ത് ഗേബ്രിയല സബാറ്റിനി, സ്റ്റെഫി ഗ്രാഫ്, മോണിക്ക സെലസ് തുടങ്ങിയ താരങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് നമുക്ക് ഇത്രയും TV-യിൽ ലൈവായിട്ട് ടെന്നീസ് നമ്മൾ കാണത്തില്ലായിരുന്നു. പത്രത്തിലാണ് ഇതൊക്കെ അറിയുന്നത്. സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ സ്റ്റെഫാൻ എഡ്ബർഗ് 2ാം റൗണ്ടിലെത്തി. അടുത്ത പിറ്റേന്ന് നമ്മൾ സ്കൂളിൽ പോയിട്ട് പെട്ടെന്ന് വന്ന ഉടനെ, സ്കൂളിലേക്ക് പോകുമ്പോൾ പത്രം വരത്തില്ല, വന്ന ഉടനെ നോക്കും സ്റ്റെഫാൻ എഡ്ബർഗ്, എൻ്റെ ഫേവറേറ്റ് താരമായിരുന്നു. സ്റ്റെഫാൻ എഡ്ബർഗ് 8ാം റൗണ്ടിലെത്തി വിംബിൾഡണിൽ. അത് പുള്ളി 2ാം റൗണ്ടിൽ 3ാം റൗണ്ടിൽ ഒരു സന്തോഷമാണ്. സ്റ്റെഫാൻ എഡ്ബർഗിന്റെ അന്നത്തെ കാലത്തെ വലിയ പ്രതിയോഗിയായിരുന്നു ബോറിസ് ബെക്കർ, ജർമ്മനിയുടെ. ഈ സ്റ്റെഫാൻ എഡ്ബർഗും ബോറിസ് ബെക്കറും തമ്മിൽ വിംബിൾഡണിൽ ഒരു പോരാട്ടം 2 ദിവസം നീണ്ടുപോയി, മഴ കാരണം. അങ്ങനെ വലിയ പോരാട്ടങ്ങൾ. സ്റ്റെഫി ഗ്രാഫ് താരതമ്യേന അനായാസമായിട്ടായിരുന്നു മത്സരങ്ങളൊക്കെ ജയിച്ചത്. അന്നത്തെ ലോക 1ാം നമ്പർ സ്റ്റെഫി ഗ്രാഫിന്റെ ടൈമിൽ മാർട്ടിന നവരത്തിലോവയുടെ യുഗം കഴിഞ്ഞ ഉടനെ സ്റ്റെഫി ഗ്രാഫ് വന്നു. അന്നൊക്കെയാണ് എനിക്ക് കൂടുതൽ ഈ ടെന്നീസ് അറിയാൻ തുടങ്ങുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരനാണ് ടെന്നീസിന്റെ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ ഞാൻ ടെന്നീസ് TV-യിൽ കാണാൻ തുടങ്ങി. ഇപ്പോൾ വിംബിൾഡണിലെ ടൂർണമെന്റ് നടക്കാൻ പോകുന്നു. ടൈം ഉള്ളപ്പോൾ നമ്മൾ കൂടുതലും ഫുട്ബോൾ, ക്രിക്കറ്റ് മത്സരങ്ങളാണ് കാണുന്നതെങ്കിലും ഈ വിംബിൾഡൺ ടൂർണമെന്റ്, വലിയ ഗ്രാൻഡ് സ്ലാം ടൂർണമെന്റുകൾ എന്തായാലും അതിന്റെ സെമി ഫൈനൽ, ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ TV-യിൽ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാണും. നല്ല മത്സരങ്ങളാണെങ്കിൽ പ്രത്യേകിച്ചും നമ്മളത് കാണുവാൻ ശ്രമിക്കും. എന്തായാലും ഏതൊരു കായിക പ്രേമിയെ സംബന്ധിച്ചും വളരെ ആവേശോജ്വലമായ ദിവസങ്ങളാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജൂൺ മാസവും ജൂലൈയും അതിന്റെ പീക്കിലെത്തുമ്പോൾ എല്ലാ ടൂർണമെന്റിന്റെ ഫൈനൽ 14-ാം തീയതി, ജൂലൈ 14-ാം തീയതി യൂറോ കപ്പിന് ഫൈനൽ നടക്കുന്നു. 15 തൊട്ടടുത്ത ദിവസം കോപ്പ അമേരിക്ക ഫൈനൽ നടക്കുന്നു. 14-ാം തീയതി ജൂലൈ 14-ന് തന്നെ വിംബിൾഡണിൽ അവിടുത്തെ മത്സരങ്ങൾ അവസാനിക്കുകയാണ്. വനിതാ വിഭാഗം ഫൈനൽ അതിനു മുമ്പേ നടക്കും. അതിനുശേഷമാണ് പുരുഷ ഫൈനൽ അവസാനമാകും നടക്കുന്നത്. അങ്ങനെ ഒരു കായിക പ്രേമിയെ സംബന്ധിച്ച് ഏറ്റവും തിരക്കേറിയ ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത്. അത് വളരെ നല്ലതാണ്. നമ്മുടെ
കായിക മനസ്സിന് തന്നെ സന്തോഷവും ആവേശോജ്വലമായ നിമിഷങ്ങൾ വരുന്ന ദിവസങ്ങളാണ് ഈ മുന്നോട്ട് പോകുന്നത്. ഏതായാലും മറ്റൊരു വിഷയവുമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.